ഇത്തിരി പണ്ടത്തെ കാര്യമാണ്. ദൂരദർശനിലും ആകാശവാണിയിലും ഒക്കെ വാർത്തകൾ കേട്ടിരുന്ന കാലം. അന്ന് ഈ ആകാശവാണിക്കാർക്കൊക്കെ ഒരേ ഒരു പർപ്പസേ ഉള്ളൂ. കാര്യങ്ങൾ, വാർത്തകൾ നമ്മളെ അറിയിക്കണം. അതവർ വെടിപ്പായിട്ടും ചിട്ടയായിട്ടും ചെയ്തു പോന്നിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്നത്തെ വാർത്താ ചാനലുകാരും യൂട്യൂബ് റിപ്പോർട്ടർമാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇമോഷൻസിനെ ചൂഷണം ചെയ്യാനാണ്. ആ രീതിയിലാണ് അവർ വാർത്തകളെ ക്രമീകരിക്കുന്നതും പ്രസന്റ് ചെയ്യുന്നതും. ഭയവും ആകുലതയും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവണം എന്നവർ ആഗ്രഹിക്കുന്നു. 24 മണിക്കൂറും അതിനവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ അതിൽ വീഴുന്നു. വീഴാത്തവരെ വീഴിക്കാൻ വേണ്ടി ഇത്തരം വാർത്തകൾ നമ്മൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. കിംവദന്തികൾ കേൾക്കുമ്പോൾ, നെഗറ്റീവ് ന്യൂസ് കേൾക്കുമ്പോൾ സംഭ്രമിക്കരുത് എന്നീശോ. പ്രഷറും ഷുഗറും ഒക്കെ ചെക്ക് ചെയ്യണത് പോലെ ഇടയ്ക്ക് സ്വന്തം ആങ്സൈറ്റി ലെവൽ കൂടി ചെക്ക് ചെയ്യണം. മിക്കവാറും നല്ല ഹൈ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. ഒന്നാമത്തേത് ഷുഗർ ഫാസ്റ്റിംഗ് പോലെ ഒരു തരം ഫാസ്റ്റിംഗ് ആണ് സോഷ്യൽ മീഡിയ ഫാസ്റ്റിംഗ്. യൂട്യൂബും ഇൻസ്റ്റഗ്രാമും റീൽസും ഒക്കെ കുറെ കാലത്തേക്കെങ്കിലും വേണ്ട എന്ന് വെക്കണം. സംശയം ഉണ്ടെങ്കിൽ 2-3 ദിവസം വേണ്ട എന്ന് വെച്ച് നോക്കിക്കേ. നെഗറ്റീവ് ന്യൂസ് നമ്മിലേക്ക് എത്തിക്കുന്ന ആളുകളെ ബ്ലോക്ക് ചെയ്യണം. എപ്പോഴും ഇല്ലായ്മകളും പരാതികളും പറയുന്നവരെ ഒഴിവാക്കണം. രണ്ടാമത്തേത്, നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗത്ത് ഒരു സേക്രഡ് സ്പേസ് ഒരുക്കണം. പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമൊക്കെ ആയിട്ടുള്ള ഒരിടം. ഒരു മെഴുതിരിയൊക്കെ കത്തിച്ചു വെച്ച് സുവിശേഷം കയ്യിൽ പിടിച്ച് അതൊന്ന് വായിച്ച് ധ്യാനിക്കാനുള്ള ഒരിടം. ധ്യാനമെന്ന് കേൾക്കുമ്പോൾ മുഖം ചുളിക്കാൻ വരട്ടെ. ധ്യാനിക്കാത്തവർ ഈ ലോകത്ത് അധികകാലം ജീവിക്കാൻ പോണില്ല എന്ന് ഇപ്പം പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് ഡോക്ടർമാരാണ്. അവസാനമായിട്ട് സ്വന്തം ശരീരത്തെ നന്നായി നോക്കണം, നന്നായി ഉറങ്ങണം, വെള്ളം കുടിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, മോശം ഭക്ഷണം ഒഴിവാക്കണം. ദൈവം തന്ന ഏറ്റവും വലിയ ദാനങ്ങളിൽ ഒന്നല്ലേ ഈ ശരീരം. ഇതിനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് വലിയൊരു തെറ്റ് തന്നെയല്ലേ?